Hallo Neeraj, guten Abend. Guten Morgen. Yeah, sorry, guten Morgen. Okay, so one second. Yeah. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആ സെഷൻ. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ അഡ്ജക്റ്റീവിന്റെ 3 ഫോം ഓഫ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു അഡ്ജക്റ്റീവിന്റെ 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ? Grundform, comparative, superlative. പോസിറ്റീവ് ഓർഡർ ഗ്രൂണ്ട് ഫോം, കൊമ്പറാറ്റീവ് und സൂപ്പർലാറ്റീവ്. ഇങ്ങനെ 3 ഫോം ആയിരുന്നു ഉണ്ടായിരുന്നത്. പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂണ്ട് ഫോം നമ്മൾ പറഞ്ഞു ഒരു അഡ്ജക്റ്റീവിന്റെ ഒറിജിനൽ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂണ്ട് ഫോം എന്ന് പറയുന്നത്. എന്തായിരുന്നു കോമ്പറാറ്റീവ്? Compare ചെയ്യണത്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു കോമ്പറാറ്റീവ്. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ജർമ്മൻ അഡ്ജക്റ്റീവ്സിന്റെയും കോമ്പറാറ്റീവ് ഫോമിന്റെ എൻഡിങ് ER ആയിരിക്കും. സ്റ്റിൽ അതിന് എക്സെപ്ഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എക്സെപ്ഷൻസ് വരുന്നത് എവിടെയായിരുന്നു? ഈ മോണോസിലബിക് അഡ്ജക്റ്റീവ്സിലായിരുന്നു. മോണോസിലബിക് അഡ്ജക്റ്റീവ്സിലായിരുന്നു എക്സെപ്ഷൻസ് വരുന്നത്. നമ്മൾ ദാൻ എന്നുള്ളതിന് എന്തായിരുന്നു കോമ്പറാറ്റീവ്ലി യൂസ് ചെയ്യാറ്? false. പിന്നെ കോമ്പറാറ്റീവിൽ ഒരു ഇമ്പോർട്ടന്റ് റൂൾ പറഞ്ഞിരുന്നു കേസസിനെ റിലേറ്റ് ചെയ്തിട്ട്. എന്തായിരുന്നു അത്? കേസസ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു കമ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുടെയും കേസ് സെയിം ആയിരിക്കണം. ഫസ്റ്റ് തിങ് നോമിനാറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് നോമിനാറ്റീവ് ആവണം. അതുപോലെ തന്നെ ഫസ്റ്റ് തിങ് അക്യൂസാറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് തിങ്ങും അക്യൂസാറ്റീവ് ആവണം. ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ പറഞ്ഞ കാര്യമാണ് നമുക്ക് ഒരിക്കലും മോർ പ്ലസ് അഡ്ജക്റ്റീവ് കോമ്പറാറ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ഇൻ കോമ്പറാറ്റീവ് ജർമ്മനിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് പകരം മോർ പ്ലസ് വേറെ എന്തെങ്കിലും വന്നാൽ നമ്മൾ അഡ്ജക്റ്റീവ് വന്നാൽ നമ്മൾ അവിടെ ഏത് ഫോമാണ് യൂസ് ചെയ്യാം? അവിടെ നമ്മൾ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മോർ ഡേഞ്ചറസ് എന്നുള്ളതിന് നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? ഡേഞ്ചറസ് നമ്മൾ ഗെഫേർലിഷ് എന്ന് പറയും. ബട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യാം ഗെഫേർലിഷർ എന്നാണ്. നമുക്ക് ഒരിക്കലും മേർ ഗെഫേർലിഷ് എന്ന് ജർമ്മനിൽ പറയാൻ പറ്റില്ല. ഇത്ര കാര്യങ്ങളാണ്. സോ മോർ മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് മേർ യൂസ് ചെയ്യാം. ബട്ട് മേർ പ്ലസ് വേറെ അഡ്ജക്റ്റീവ് ഡസന്റ് എക്സിസ്റ്റ് ഇൻ ജർമ്മൻ. സോ ആ ടോപ്പിക് ക്ലിയർ ആണോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ടോപ്പിക് നോക്കാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തേർഡ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. ഇതായിരുന്നു തേർഡ് ഡിഗ്രി അഡ്ജക്റ്റീവിന്റെ സൂപ്പർലാറ്റീവ്. സൂപ്പർലാറ്റീവ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് സൂപ്പർലാറ്റീവ് ആണ്. എങ്ങനെയാണ് സൂപ്പർലാറ്റീവ് യൂസ് ചെയ്യുക, എന്താണ് സൂപ്പർലാറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, സൂപ്പർലാറ്റീവിന് 2 ഫോമാണ് ജർമ്മനിലുള്ളത്. ഓക്കെ, സൂപ്പർലാറ്റീവ് ഐൻസും സൂപ്പർലാറ്റീവ് സ്വയും. 2 ടൈപ്പ് ഓഫ് സൂപ്പർലാറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വന്നാൽ. ഓക്കെ, അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സൂപ്പർലാറ്റീവ് ഐൻസ് ആയിരിക്കും. സൂപ്പർലാറ്റീവ് സ്വൈ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവിന് ശേഷം വേറെ നൗൺ ഒന്നും വരുന്നില്ല. ഓക്കെ, ആ ഒരു സമയത്താണ് നമ്മൾ സൂപ്പർലാറ്റീവ് സ്വൈ യൂസ് ചെയ്യുക. സൂപ്പർലാറ്റീവ് ഐൻസ് ഞാൻ പറഞ്ഞു നൗണിന് അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വരണം അല്ലെ. നമ്മൾ അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വരുമ്പോൾ വേറൊരു റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വന്നാൽ അഡ്ജക്റ്റീവിന് എന്തോ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? അല്ല, അതിനൊരു പേരുണ്ടായിരുന്നു. അഡ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ടേബിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. നോ,
അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗണ് വന്നാൽ അഡ്ജക്റ്റീവിന് നമ്മൾ എന്തോ ഒന്ന് കൊടുക്കണം. എൻഡിങ് കൊടുക്കണം. എൻഡിങ് കൊടുക്കണം. യാ. സോ ഇവിടെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വന്നാൽ. സോ നമ്മൾ സൂപ്പർലാറ്റീവ് ഐൻസ് യൂസ് ചെയ്യുന്നതിന് കൂടെ തന്നെ അവിടെ അഡ്ജക്റ്റീവ് എൻഡിങ്ങും കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ. സോ ഒന്നും കൂടെ പറഞ്ഞുതരാം. സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വന്നാലാണ്. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം റൂൾ എന്താന്നുള്ളത്, അഡ്ജക്റ്റീവിന് എൻഡിങ്ങും നമ്മൾ കൊടുക്കണം. ദാറ്റ് ഈസ് നമ്മുടെ 3 ടേബിൾ കൺസിഡർ ചെയ്തിട്ട് ഏതാണ് കറക്റ്റ് വരുന്ന എൻഡിങ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സൂപ്പർലാറ്റീവ്സ് വൈ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അഡ്ജക്റ്റീവിന് ശേഷം നൗൺ ഒന്നും വരുന്നില്ലെങ്കിൽ. നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ഇതിന്റെ കൂടെ തന്നെ അഡ്ജക്റ്റീവ് എൻഡിങ്ങിന്റെ ചാർട്ടും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഓപ്പൺ ചെയ്തായിരുന്നോ? ആ. ഓക്കെ. സോ ലെറ്റ്സ് ഡിസ്കസ്. ആദ്യം നമുക്ക് സൂപ്പർലാറ്റീവ് ഐൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ. ബിഫോർ ദാറ്റ് ഞാൻ മുന്നേ ഷെയർ ചെയ്ത ചാർട്ടായിരുന്നു ഇത്. അതായത് കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ് ഐൻസ്, സൂപ്പർലാറ്റീവ് സ്വൈൻ്റെ ചാർട്ട്. ഓരോ അഡ്ജക്റ്റീവിന്റെയും കോമ്പറാറ്റീവ് ഫോമും സൂപ്പർലാറ്റീവ് ഐൻസും സൂപ്പർലാറ്റീവ് സ്വൈ ഫോമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. സൂപ്പർലാറ്റീവ് ഐൻസിന്റെ ഇടയിൽ കൂടുതൽ ശതമാനം സൂപ്പർലാറ്റീവ് ഐൻസിലും ജസ്റ്റ് ST എൻഡിങ് ആയിരിക്കും വരിക. അഡ്ജക്റ്റീവിന് ST എൻഡിങ്. ഓക്കെ. ബട്ട് സൂപ്പർലാറ്റീവ് സ്വൈയിലേക്ക് വരുമ്പം പ്ലസ് STEN വരും. പ്ലസ് STEN. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഓൾഡ് എന്നുള്ളത് നോക്കാം. ഓൾഡ് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ ആൾട്ട് എന്ന് പറയും. അതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് ഏൾട്ടർ. ഏൾട്ടർ. ഇതിന്റെ സൂപ്പർലാറ്റീവ് ഐൻസസ് ഏൾടെസ്റ്റ്. സൂപ്പർലാറ്റീവ് സ്വൈ വരുമ്പം ഏൾടെസ്റ്റൻ. ഏൾടെസ്റ്റൻ. ESTEN എന്ന് വന്നു എൻഡിങ്. ഇവിടെ ജസ്റ്റ് EST വന്നിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സൂപ്പർലാറ്റീവ് ഐൻസിന്റെ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് വൺ, ഹാംബുർഗ് ഈസ് ദി ബിഗ്ഗസ്റ്റ് സിറ്റി. ഹാംബുർഗ് ഈസ് ദി ബിഗ്ഗസ്റ്റ് സിറ്റി. ഇവിടെ അഡ്ജക്റ്റീവ് ഏതാണ്? ബിഗ്ഗസ്റ്റ് എന്നുള്ള, ബിഗ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. അതിനുശേഷം നൗണ് വരുന്നുണ്ടോ ഇല്ലയോ? സിറ്റി. അപ്പൊ നമ്മൾ സൂപ്പർലാറ്റീവ് ഐൻസ് ആണോ സൂപ്പർലാറ്റീവ് സ്വൈ ആണോ യൂസ് ചെയ്യുക? ഐൻസ് ആണ് യൂസ് ചെയ്യുക. ബിഗ് എന്നുള്ളതിന് ഗ്രോസ് എന്ന് പറയും. ഗ്രോസ് എന്നുള്ളതിന്റെ 1 സെക്കൻഡ്. മേ ബി യു മൈറ്റ് ബി നോയിങ്. ഗ്രോസ് എന്നുള്ളതിന് സൂപ്പർലാറ്റീവ് ഐൻസ് ഫോം ആണ് ഗ്രോസ്റ്റ് എന്ന് വരുന്നുള്ളൂ. ഗ്രോസ്റ്റ്. അതിൽ നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കാൻ പോവാണ്. അഡ്ജക്റ്റീവ് എൻഡിങ് എങ്ങനെയാ കൊടുക്കുക? കേസ് ഏതാണ്? നമ്മൾ ഏത് ചാർട്ടാ ഫോളോ ചെയ്യുക? ഫസ്റ്റ് ചാർട്ടാണോ സെക്കൻഡ് ചാർട്ടാണോ? ഫസ്റ്റ് ചാർട്ട്. ഓക്കെ. ഇനി കേസ് ഏതാണ്? നോമിനാറ്റീവ് ആണോ അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? Accusative. Why accusative? Nominative. 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 It is nominative only. Yeah. Okay. നോമിനാറ്റീവിലെ ജെൻഡർ ഏതാണ്? സിറ്റിയുടെ ജെൻഡർ എന്താണ്? ദി സ്റ്റാർട്ട്. സോ ഫെമിനിൻ. സോ നോമിനാറ്റീവ് ഫെമിനിനിൽ ഏത് എൻഡിങ് ആ വരുന്നത്? E ending വരും. So it will be Hamburg is the größte Stadt. Hamburg is the größte Stadt. Clear ആയോ? സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വന്നാൽ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ അഡ്ജക്റ്റീവിന് എന്ത് വേണം? അഡ്ജക്റ്റീവ് എൻഡിങ്ങും നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഹി ഈസ് ദ നൈസസ്റ്റ് പേഴ്സൺ എന്നാണ്. ഓക്കെ. ഇവിടെ ഏതാണ് അഡ്ജക്റ്റീവ്? നൈസ് എന്നുള്ളത്. അതിനുശേഷം നൗണ് വരുന്നുണ്ടോ? പേഴ്സൺ എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? സൂപ്പർലാറ്റീവ് ഐൻസ് ആണോ സ്വൈ ആണോ? ഐൻസ് യൂസ് ചെയ്യും. നൈസ് എന്നുള്ളതിന് നമ്മൾ നെറ്റ് എന്ന് പറയും. പേഴ്സൺ എന്നുള്ളതിന് ദെയർ മെൻഷ് എന്ന് പറയും. നെറ്റ് എന്നുള്ളതിന്റെ സൂപ്പർലാറ്റീവ് ഐൻസ് ഫോം ആണ് നെറ്റസ്റ്റ്. നെറ്റസ്റ്റ് എന്നുള്ളത്.
ഓക്കെ, ഇനി നമുക്ക് അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കണം. കേസ് ഏതാണ്? ടേബിൾ ഏതാണ്? ഫസ്റ്റ് ടേബിൾ ആണോ സെക്കൻഡ് ടേബിൾ ആണോ? First table. ഫസ്റ്റ് ടേബിൾ. ഇനി കേസ് ഏതാണ്? Masculine. ജെൻഡർ Yes. മാസ്കുലിൻ ആണ്. കേസ് ഏതാണ്? Nominative. നോമിനാറ്റീവ്. നോമിനാറ്റീവ് മാസ്കുലിൻ എന്താണ് വരുന്നത്? E. E. ഇ എൻഡിങ് തന്നെ. സോ ഇറ്റ് വിൽ ബി എർ ഈസ് ദ നെറ്റസ്റ്റ് മെൻഷ്. എർ ഈസ് ദ നെറ്റസ്റ്റ് മെൻഷ് എന്ന് വരും. Okay? ഇനി നെക്സ്റ്റ് വൺ ഇസ് one second. She is the best student എന്നാണ്. ഓക്കെ, she is the best student. സോ നമുക്കറിയാം ഗുഡ് എന്നുള്ളതിന്റെ സൂപ്പർലാറ്റീവ് ഫോം ആണ് ബെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ജർമ്മനിലും അതിന്റെ സൂപ്പർലാറ്റീവ് ഫോം ഇസ് ബെസ്റ്റ് ഇറ്റ് സെൽഫ്. ആൻഡ് ഇവിടെ സ്റ്റുഡന്റ് എന്നുള്ള നൗണ് ബെസ്റ്റിന് ശേഷം വരുന്നത് കൊണ്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യാം? സൂപ്പർലാറ്റീവ് ഐൻസ് യൂസ് ചെയ്യും. ഇനി ബെസ്റ്റിന് നമുക്ക് അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഫെമിനിൻ ആണ്. ദി സ്റ്റുഡന്റിൻ ഫെമിനിൻ ആണ് ബിക്കോസ് ഷീ എന്നുള്ളതാണ് അവിടെ വരുന്ന പെസോണൽ പ്രൊനോമൻ. സോ പറഞ്ഞോളൂ, കേസ്, ജെൻഡർ, ടേബിൾ. Nominative feminine. Case nominative. Very good. Nominative feminine. So ending will be E. E ending. So it is Z is the best studentin. Z is the best studentin എന്ന് വരും. Okay. So once again നമ്മളിപ്പോ നോക്കിയത് സൂപ്പർലാറ്റീവ് ഐൻസ് ആണ്. സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗണ് വന്നാലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഡ്ജക്റ്റീവിന് എന്ത് കൊടുക്കണം? അഡ്ജക്റ്റീവ് എൻഡിങ്ങും കൊടുക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? സൂപ്പർലാറ്റീവ്സ് വൈ. സൂപ്പർലാറ്റീവ്സ് വൈ എപ്പോഴായിരുന്നു യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവിന് ശേഷം നൗൺ ഇല്ലെങ്കിൽ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സൂപ്പർലാറ്റീവ്സ് വൈ യൂസ് ചെയ്യുക. നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ is the city handbook is the biggest. The city handbook is the biggest. ഇവിടെ ഏതാണ് അഡ്ജക്റ്റീവ്? Big. It's the biggest. Big. ബിഗ് എന്നുള്ളതിന് ശേഷം നൗൺ ഉണ്ടോ? ഇല്ല. No. അപ്പൊ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? Second superlative too. സോ And നമുക്കറിയാം ഗ്രോസ് എന്നുള്ളതിന്റെ കോമ്പറാറ്റീവ് ഫോം ഇസ് ഗ്രോസർ ആൻഡ് സൂപ്പർലാറ്റീവ് ഐൻസ് ഇസ് ഗ്രോസ്ഡ് ആൻഡ് അതിന്റെ ഇനി അതിന്റെ സൂപ്പർലാറ്റീവ് വൈ ഫോം ഇസ് അംഗ്രോസ്ഡ്. അംഗ്രോസ്ഡ് എന്നാണ് വരുന്നത്. അംഗ്രോസ്റ്റൻ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി ദി സ്റ്റാർട്ട് ഹാംബുക്ക് ഈസ് തം ഗ്രോസ്റ്റൻ. സോ നിങ്ങൾക്ക് അറിയാത്ത അഡ്ജക്റ്റീവ്സിന്റെ സൂപ്പർലാറ്റീവ് ആൻഡ് കോമ്പറാറ്റീവ് ഫോം എല്ലാം കണ്ടെത്താൻ ഈ ചാർട്ട് നോക്കിയാൽ മതി. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് എക്സസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. സോ ഇറ്റ് വിൽ ബി ദി സ്റ്റാർട്ട് ഹാംബുക്ക് ഈസ് തം ഗ്രോസ്റ്റൻ എന്ന് വരും. ഇനി യു ആർ ദ ബെസ്റ്റ് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ബെസ്റ്റ് ഇതിന് ending എന്നുള്ളതിന്റെ ഒന്നും വരുന്നില്ലല്ലോ. ഇല്ല, ഇതിന് എൻഡിങ് വരുന്നില്ല. ബിക്കോസ് ഇതിന് ശേഷം അഡ്ജക്റ്റീവിന് ശേഷം നൗണ് വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജക്റ്റീവ് എൻഡിങ് എപ്പോഴാ വരിക? അഡ്ജക്റ്റീവിന് ശേഷം വേറൊരു നൗണ് വന്നു. ഇവിടെ നൗൺ ഇല്ല. സോ വി വിൽ ബി യൂസിങ് ഡയറക്ട്ലി ദി സൂപ്പർലാറ്റീവ്സ് വൈ ഫോം. ബെസ്റ്റ് എന്നുള്ള അഡ്ജക്റ്റീവിന്റെ ഗ്രൂൺ ഫോം ഏതായിരുന്നു? Good. കോമ്പറാറ്റീവ് Best. ബെസ്റ്റ്. സോ ഗുഡ്. ആൻഡ് സൂപ്പർലാറ്റീവ് ഐൻസ് Best. ബെസ്റ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബെസ്റ്റ്. ആൻഡ് അതിന്റെ സൂപ്പർലാറ്റീവ്സ് വൈ ഫോം I am best. I'm best. വെരി ഗുഡ്. ഐ ആം ബെസ്റ്റ്. സോ യു ആർ ദ ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഡു ബെസ്റ്റ് ഐ ആം ബെസ്റ്റൻ എന്ന് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബെസ്റ്റിന് ശേഷം വേറെ നൗണ് വരുന്നില്ല. സോ വി വിൽ ബി യൂസിങ് സൂപ്പർലാറ്റീവ്സ് വൈ. ബേസിക്കലി ദിസ് ഈസ് ഓൾ അബൌട്ട് സൂപ്പർലാറ്റീവ്. ക്ലിയർ ആണോ എങ്ങനെയാണ് യൂസ് ചെയ്യുക, എന്തൊക്കെയാ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്? Yeah. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? മാഡം ഈ സെന്റൻസ് ഡാറ്റീവിൽ വന്നാലും ഇതുപോലെ തന്നെയാണ് എഴുതുന്നത്. ഡാറ്റീവിൽ വന്നാൽ എന്താ? ഡാറ്റീവിൽ വന്നാൽ ചേഞ്ചസ് വരാൻ പോകുന്നത് സൂപ്പർലാറ്റീവ് ഐൻസിൽ മാത്രമായിരിക്കും. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ സൂപ്പർലാറ്റീവ് ലൈൻസിൽ എഴുതുമ്പോൾ അത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് അതിനനുസരിച്ച് കൊടുക്കണം. ഓക്കെ, അല്ലാതെ ചേഞ്ചസ് ഒന്നും വരില്ല. Okay. Any other doubts? No, ma'am. It's clear. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. താഴെ ഞാൻ കുറച്ച്
സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ തിങ് ഇസ് നിങ്ങൾ ഈ അഡ്ജക്റ്റീവിന്റെ സൂപ്പർലാറ്റീവ് ഫോം നിങ്ങൾ ചാർട്ടിൽ നിന്ന് കണ്ടെത്തണം. ഓക്കെ, ഉം. യാ പ്ലീസ് ഡു ദാറ്റ്. മാഡം ആ ചാർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ മാഡം? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കോമ്പറാറ്റീവ് ഞാൻ ക്ലാസ് എടുത്ത ആ ഒരു ടൈമിലാണ് ഞാൻ ഇട്ടത്. ഉം. ഈ PDF അയക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള PDF. ഓക്കെ.
Okay, guys, completed? Done? Completed? Arshad? ഇല്ല Neeraj? ഇല്ല No, no. Ranjan? ഷോർട്ടിന്റെ ഇത് കൊടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റിൽ. അത് ഞാൻ ചോദിക്കാം. ഷോർട്ടിന് ക്ലൈൻ യൂസ് ചെയ്താൽ മതി. സ്മോളിന്റെ യൂസ് ചെയ്താൽ മതി ഇവിടെ. ഓക്കെ. ക്ലൈൻ മതി, ക്ലൈൻ മതി. അല്ലെങ്കിൽ കൂട്സ് എന്ന് പറയും, കൂട്സ്. കൂട്സ് നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലൈൻ ഇസ് ഫൈൻ ആസ് ഓഫ് നൗ. ക്ലൈന് ചാർട്ടിലില്ലേ? ഉണ്ട്. ഓക്കെ, ക്ലൈൻ യൂസ് ചെയ്ത.
മാഡം ലാർജസ്റ്റിന് എന്നാ മാഡം? ലാർജ് ഹലോ? ബിഗ് എന്നുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രോസ് ആണ്. ഗ്രോസ്. ഗ്രോസ്. കംപ്ലീറ്റ് ചെയ്താൽ ഒന്ന് പറയണേ എല്ലാവരും. I finished. Okay, then let's discuss. Yeah, Ranju, first one. Das Haus is the größte tourist. Größte. Most expensive എന്നാണ്. So das Haus is am teuersten എന്ന് മതി. Am teuersten. That is why. Yeah, superlative is why you see. Das Haus is am teuersten. Okay, most വന്നുകൊണ്ട് Most expensive എന്ന് വെച്ചാൽ എക്സ്പെൻസീവിന്റെ superlative y form. ഒരുമിച്ചെടുക്കണം അല്ലേ? മോസ്റ്റ് Yeah, yeah. നമ്മൾ മോർ എക്സ്പെൻസീവ് എന്ന് വന്നാൽ നമ്മൾ കോമ്പറാറ്റീവ് യൂസ് ചെയ്യും. മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് വന്നാൽ superlative യൂസ് ചെയ്യും. ഓക്കെ. മോർ എന്നുള്ളതിന്റെ superlative ഫോം ആണ് എന്ത്? മോസ്റ്റ് എന്നുള്ളത്. Second one, Arshad. Ich finde die Actionfilme am besten. Ja, sehr gut. Ich finde die Aktionfilme am besten. Third one, Neeraj. Er ist der aktiviste Mann. Er ist der aktivste Mann. Sehr gut. Next one again, Ranju. Sarah is the kleinste Kid. Sarah ist das kleinste Kind. Das kleinste Kind. Okay. Yeah, Kleinste Kind. yeah. Next one again, Arshad. India is das größte Land. Größte Land. India is das größte Land. Größte. Yeah. ഈ ആണോ ലാസ്റ്റ് അപ്പൊ ദാസ് വേണ്ട മാഡം? Yeah, das größte Land.
Okay. India is the das größte Land. Yeah. Last one, Neeraj. Peter ist der beste Junge in die Gruppe. In their group. There വരണം. Okay. നമ്മള് വെക്സൽ പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? Ah, Yeah, the വെക്സൽ പ്രപ്പോസിഷൻ ആണ്. ഓക്കെ. Peter is the beste Junge in their group. Yeah. So ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? എത്ര എണ്ണം കറക്റ്റ് ആയി, എത്ര മിസ്റ്റേക്സ് വന്നു? എനിക്ക് ഒരെണ്ണം. ലാസ്റ്റ് മാത്രം. ഇത് എല്ലാം കൂടെ മൊത്തം കൺഫ്യൂഷൻ ആവുന്നത്. എല്ലാം ഏതൊക്കെയാണ്? ആഹാ, അതുണ്ടായിരിക്കും. ലാസ്റ്റ് എന്ന് പറയാം. Yeah, last one. Peter is their beste Junge in their group. Their beste Junge in their group. ഡേർ ആണോ? ഡി അല്ലല്ലോ. അല്ല, their beste Junge. Peter is എന്നുള്ളത് നോമിനാറ്റീവ് verb ആണ്. അതുകൊണ്ട് the best boy എന്നുള്ളത് എന്താവും? നോമിനാറ്റീവ് ആയിട്ട് മാറും. വെൽഷ് പ്രപ്പോസിഷൻ. എന്തായിരുന്നു? വെഷൽ പ്രപ്പോസിഷൻ. വെക്സൽ പ്രപ്പോസിറ്റ്യൂൺ ഇന്ന്. വെക്സൽ പ്രപ്പോസിറ്റ്യൂണിന്റെ റൂൾ എന്തായിരുന്നു? വെക്സൽ പ്രപ്പോസിഷന് അക്വസാറ്റീവും ഡാറ്റീവും ആവാം. എപ്പോഴാണ് അക്വസാറ്റീവ് ആവാം? മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അക്വസാറ്റീവും, മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഡാറ്റീവും. ഈ സെന്റൻസിൽ മൂവ്മെന്റ് ഇല്ല, അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡാറ്റീവ്. ഇത്ര കാര്യം ക്ലിയർ ആണോ? എന്നാ നമുക്ക് കുറച്ചും കൂടെ ഈ ടോപ്പിക്കിൽ എക്സസൈസ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. Okay, first one is Übung Superlative. Ergänze die Lücken mit dem Superlative. ഈ ബ്ലാങ്ക്സ് നിങ്ങൾ സൂപ്പർലാറ്റീവ് ഫോം വെച്ചിട്ട് ഫിൽ ചെയ്യണം. ഇവിടെ എങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് സെന്റൻസിൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവിന്റെ ഗ്രൂണ്ട് ഫോം തന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പോസിറ്റീവ് ഫോം തന്നിട്ടുണ്ടാവും. സെക്കൻഡ് സെന്റൻസിൽ ബ്ലാങ്ക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൂപ്പർലാറ്റീവ് ഫോം കണ്ടെത്തിയിട്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ട് യൂസ് ചെയ്യാം. ചാർട്ട് യൂസ് ചെയ്ത് കണ്ടെത്തിയാൽ മതി. യു ഹാവ് 5 minutes. ഡു ഇറ്റ് ഫാസ്റ്റ്.
Okay, guys, completed. Done. Completed. ഇതില് ഗേനിന്റെതൊന്നുമില്ലല്ലോ. ഗാനിൻ്റെത് ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഇതേപോലെ തന്നെയല്ലേ കാരണം ലാസ്റ്റ് SG എൻഡിങ് നോ വരുന്നത്. നോ 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 ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതില് നോക്കിയത് കണ്ടില്ല. അതാ ഒന്നും കൂടെ നോക്കൂ, ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യൂ. കംപ്ലീറ്റ്. Okay, then let's discuss. Yeah, Arshad, second one മുതൽ വായിച്ചോളൂ. Arshad, second one. Family Full sentence. Mineral Wasser. Zafton Tee Trinker ich gern am liebsten trinke ich Mineralwasser. Okay? Yeah. In the next one, Neeraj. Sandra kauft wenig Fleisch und Wurst. Am wenigsten kauft sie von den Süßigkeiten. Süßigkeiten. What is Wurst? Wurst is sausage. Sausage ആണ് നമ്മൾ പറയുന്നത്. And Süßigkeiten? അറിയില്ല. Sweets-നാണ് Süßigkeiten എന്ന് പറയുന്നത്. Okay? Sandra kauft wenig Fleisch und Wurst. Am wenigsten kauft sie von den Süßigkeiten. Okay. Next one, Renju. Renju. ഹലോ Yeah, Renju. മാഡം വായിക്കുവാണ്. Wir geben viel Geld für Lebensmittel aus. Am meisten Geld geben wir für die Miete aus. Meisten അല്ലേ പറഞ്ഞ രഞ്ജു? Meisten. Okay. Wir geben viel Geld für Lebensmittel aus. Am meisten Geld geben wir für die Miete aus. What is Lebensmittel? അറിയത്തില്ല മാഡം. Groceries എന്ന് പറയുന്നതാണ് Lebensmittel. Okay? Note down that Lebensmittel, groceries. ഇനി what is meter? The meter. Meter. No. മീറ്റിംഗ് ആണ്. മീറ്റ് ആണോ? No. Okay. Meter means rent. Okay. മീറ്റർ ഒരു സാമ്യമില്ല അതിന്. റെന്റിനാണ് നമ്മൾ മീറ്റർ എന്ന് പറയുന്നത്. Okay. റെന്റിന് വേറെ ഇത് കൂടെ പറയുമല്ലോ. No, rent is meter only. What is ausgeben? Geld ausgeben. The phrase ആയിട്ട് പറയാം Geld ausgeben. What is Geld? Geld, what is Geld? Money. Geld ausgeben. ബാങ്ക് ആണോ? പൈസ നമ്മൾ എന്താ ചെയ്യാ? Geld ausgeben. Just think, to spend.
to spend. Geld ausgeben to spend money. Okay, ausgeben trennbare verb ആണ്. Wir geben viel Geld für Lebensmittel aus. Yeah, അവർ പറയുന്നത് എന്താണ്? They give a lot of money for groceries, but ഏറ്റവും കൂടുതൽ എവിടെയാ പോകുന്നത്? റെന്റിന്. Okay, yeah. Next one ആരായിരുന്നു? നീരജ്. നീരജ്. Wait a minute. നോക്കിയിട്ടുണ്ട്. Okay. Eigentumswohnung. 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 Mhm. Eine Eigentumswohnung ist teuer, aber am teuersten ist ein Haus. Ein Eigentumswohnung ist teuer, aber am teuersten ist ein Haus. What is Eigentumswohnung? No idea. What is Wohnung? Apartment. Invite എന്നാണോ? Yeah, Eigen. apartment. Eigentum എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ഫ്ലാറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഓണർ ഒക്യുപ്പൈഡ് ഫ്ലാറ്റിനെയാണ് നമ്മൾ പറയുന്നത് Eigentum Wohnung. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, പക്ഷെ അതിനേക്കാളും എക്സ്പെൻസ് ഒരു വീടാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഹർഷദ്. Skifahren und Handball finde ich interessant, aber Tennis finde ich am interessantesten. Ja, am interessantesten. Sehr gut. Skifahren und Handball finde ich interessant, aber Tennis finde ich am interessantesten. Like, okay, so ഇതിലെല്ലാം ഡൗട്ട്സ് ഉണ്ടോ? എന്തായിരുന്നു? അല്ല, ലാസ്റ്റത്തെ ഞാൻ എഴുതിയതാണ്. ഇനി വരുന്നത് രണ്ടാമത്തെ രണ്ടാമത്തതോ? അല്ല മാഡം, മൂന്നാമത്തെ യൂബിങ് എഴുതിയില്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? അതായത് മൂന്നാമത്തെ യൂബിങ് ഇല്ല, താഴെ കിടക്കുന്നേ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ. ടൈം ഉണ്ടോ ചെയ്യാൻ? 5 മിനിറ്റ് കൊണ്ട് തീർക്കോ നിങ്ങള്? ഇത് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ട് സമയം. ഓക്കെ, എന്നാ ഇത് നിങ്ങള് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഇതിന്റെ ലിങ്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ 3rd ക്വസ്റ്റ്യൻ. ഓക്കെ, കോമ്പറാറ്റീവ് ഓർഡർ സൂപ്പർലാറ്റീവ് വി ലൗറ്റഡ് ദി റിഷ്ടിഗർ ഫോം. ദാറ്റ് മീൻസ് നിങ്ങൾ അതിൽ നിന്ന് എവിടെയാണ് കോമ്പറാറ്റീവ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് സൂപ്പർലാറ്റീവ് യൂസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതിന്റെ കോമ്പറാറ്റീവും സൂപ്പർലാറ്റീവും കൊടുക്കുക. അതിന്റെ പോസിറ്റീവ് ഫോം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വണ്ണിൽ ഗെയാണ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് വൺ ഹൈസ് കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടെത്തുക. So this is your homework. ഹൈസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈസ് എന്ന് വെച്ചാൽ hot. ഹൈസ് means hot. Okay. Hot. എന്തായിരിക്കും ഹൈസിന്റെ സൂപ്പർലാറ്റീവ് ഫോം? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഓക്കെ, കോമ്പറാറ്റീവ് എന്തായിരിക്കും? കോമ്പറാറ്റീവ് ഹൈസർ എന്ന് വരും. ഹൈസർ. സൂപ്പർലാറ്റീവ് എന്തായിരിക്കും? ഹൈസെസ്റ്റൻ. ഹൈസെസ്റ്റൻ. ഓക്കെ, ഹൈസെസ്റ്റൻ. സോ അത് ചെയ്യാ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അറിയാത്ത ഏതെങ്കിലും
ആ ചാർട്ടിൽ ഇല്ലാത്ത ഏതെങ്കിലും അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി, യു വിൽ ഗെറ്റ് ദി സൂപ്പർലാറ്റീവ് ഫോം. Okay. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ അയക്കാം. കഴിയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഇറ്റ് ഇസ് എ സിമ്പിൾ വർക്ക് ഇഫ് യു വോണ്ട് ടു. ഓക്കെ, എനിവേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ന്യൂ ടോപ്പിക്. ആൻഡ് നിങ്ങൾക്കൊരു ഷ്രൈബൻ എക്സസൈസ് ഉണ്ട്. ആസ് ഓഫ് ടുഡേ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നാളെ നമുക്ക് ഷ്രൈബൻ നോക്കാം. മാഡം ഒരു ഇത് തന്നില്ലായിരുന്നു, ഒരു ബുക്ക്ലെറ്റ് മറ്റേ ചെയ്യാൻ വേണ്ടിയൊക്കെ പറയാം നെറ്റ്വർക്കിന്റെ ആ. ബുക്ക്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞുതരാം മാഡം, അത് എന്നൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ബുക്ക് നമ്മൾ A1 ചെയ്തതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എല്ലാ എക്സസൈസും ചെയ്യാം. ഓക്കെ, ഗ്രാമർ നിങ്ങൾ പഠിച്ച ഗ്രാമർ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാം. നിങ്ങൾ പഠിച്ചതായിരിക്കും ഫസ്റ്റ് 3-4 ചാപ്റ്റേഴ്സിൽ ഓഫ് കോഴ്സ്. സോ ആ എക്സസൈസുകൾ ചെയ്യാം. കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും എന്തുണ്ടായിരിക്കും, വൊക്കാബ്സ് ഉണ്ടായിരിക്കും. ആ വൊക്കാബ്സ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ബൈ ഹാർട്ട് പഠിക്കാം. ഓക്കെ, എന്നാലേ വൊക്കാബ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും ഓരോ ഗ്രാമറും ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ടാവും. ഗ്രാമർ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ പഠിച്ചോ അതെല്ലാം ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ടാവും. സോ അത് നന്നായിട്ട് റിവൈസ് ചെയ്യാം. നമുക്ക് ഒരു ചാപ്റ്റർ എക്സാമ്പിൾ നോക്കാം ഈ വീക്ക് തന്നെ. ഓക്കെ, എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലാസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആസ്വൈ കുർസ്ബുഷ് ആണ് പറയുന്നത്. ആർട്സ് ബൈ കൂട്സ് ബുക്കും അതുപോലെ തന്നെ ആ ബൈറ്റ്സ് ബുക്കും ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. ഗ്ലോസറി ഞാൻ അയച്ചിട്ടുണ്ട്. സോ മൂന്നും നന്നായിട്ട് യൂസ് ചെയ്യാം. ആ ബൈറ്റ്സ് ബുക്കിലായിരിക്കും നിങ്ങൾക്ക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ എക്സസൈസുകൾ വരിക. സോ അത് യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ടുമോറോ. Okay then. Till then. Choose. Yeah, choose. Yes.